നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശുവണ്ടി മേഖലയിൽ ആധുനികവൽക്കരണം അത്യാവശ്യമാണെന്ന് മന്ത്രി പി രാജീവ്. പുതിയ തലമുറ ഈ മേഖലയിൽ വരാൻ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി. പെരുമ്പുഴ കാപ്പെക്സ് കശുവണ്ടി ഫാക്ടറിയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ഉത്തരവാദിത്വവും മഹത്തായ ചിന്തയും പുതിയ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. കേരളം പറയുന്നത് ഇന്ത്യ കാതോർക്കുകയാണെന്നും മന്ത്രി. സ്ത്രീകളെ കൂടുതലായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം മാതൃക. സ്ത്രീകളുടെ സാന്നിധ്യം ഇന്നത്തെ സമൂഹത്തിൽ മാറ്റി നിർത്താനാകാത്തതെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കശുവണ്ടി മേഖലയിൽ ആധുനികവൽക്കരണം അത്യാവശ്യമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. പെരുമ്പുഴ കാപ്പെക്സ് കശുവണ്ടി ഫാക്ടറിയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വരാൻ ആധുനിക സൗകര്യങ്ങൾ കശുവണ്ടി മേഖലയിൽ ഉണ്ടാകണമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ തലമുറ കശുവണ്ടി മേഖലയിലേക്ക് വരാൻ ആധുനിക സൗകര്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകണം. അതിനായി പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരണമെന്നും പുതുതലമുറ ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടണമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ചടങ്ങിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം, പുതിയ വിൽപ്പന വാഹനം, ഓൺലൈൻ വ്യാപാരം, പുതുക്കിയ വെബ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്തു. ഫാക്ടറിയിലേക്ക് പുതിയ കമ്പ്യൂട്ടറുകളും വിതരണം ചെയ്തു. കാപ്പെക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. മികച്ച തൊഴിലാളികൾക്കുള്ള പുരസ്കാര വിതരണം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു. KACDC ചെയർമാൻ എസ് ജെ മോഹൻ, ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലമ്പിള, പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, SD അഭിലാഷ്, രാഷ്ട്രീയ നേതാക്കൾ, കാപ്പെക്സ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ 4 പേർ ഏറ്റുവാങ്ങി. എക്സൈസ് മെഡലിന് 2 പേരും ബാഡ്ജ് ഓഫ് ഓണർ എക്സലൻസ് അവാർഡിന് 2 പേരുമാണ് അർഹരായത്. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നും 4 പേർ ഏറ്റുവാങ്ങി. തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി റോബർട്ട്, എക്സൈസ് ഇൻസ്പെക്ടർ DS മനോജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാൽ, വനിതാ സിവിൽ ഓഫീസർ ശാലിനി ശശി എന്നിവർക്കാണ് മെഡലുകൾ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നീണ്ടകരയിൽ പയർ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പരാശക്തി കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പയർ കൃഷി ചെയ്തത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കൂട്ടം ആരംഭിച്ച പയറു കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ 5 അംഗങ്ങളടങ്ങിയ പരാശക്തി കൃഷിക്കൂട്ടത്തിന്റെ സെക്രട്ടറി IBയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. അതിൽ നമ്മൾ 1-ാം വാർഡിലെ നമ്മുടെ പരാശക്തി കൃഷിക്കൂട്ടം ഇതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നീണ്ടകര പഞ്ചായത്തിലെ ഇങ്ങനെയുള്ളൊരു കൊമേഴ്ഷ്യൽ സ്കെയിലുള്ള കൃഷി സക്സസ് ആവൂ എന്നുള്ളൊരു വലിയ ആശങ്ക പല കർഷകരുടെ മനസ്സിലുണ്ട്. അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ആശയങ്ങൾ കൊണ്ട് തന്നെ ആ പറഞ്ഞ പ്രകാരം തന്നെ കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഉൾപ്പെടെ പല ഡെഫിഷ്യൻസി സിംറ്റംസും അതേപോലെ തന്നെ മനസ്സിലാക്കി ടൈംലി ആയിട്ട് പല മാനേജ്മെൻറ്റ് പ്രാക്ടീസസും കൊടുത്തുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ അവർ ഈ കൃഷി വിജയിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പയറു കൃഷിയുടെ വിളവെടുപ്പ് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. പുതിയ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വളം അതിൻ്റെ കൃത്യമായിട്ടുള്ള മിശ്രണത്തിൽ കൊടുത്തുകൊണ്ട് തിരിഞ്ഞ് കെട്ടിയിട്ട് അതൊരു പ്ലാസ്റ്റിക് കവർ ആവരണം കൊടുത്തുകൊണ്ട് അത് 3 വിളവ് വരെ അങ്ങനെ നമുക്ക് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതിന് നേരത്തെ ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള കിളികല്ലൂരുള്ള നമ്മുടെ സുഹൃത്ത് സജീവ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് കോളിഫ്ലവർ, അതായത് തണുപ്പ് കാലാവസ്ഥയിൽ മാത്രം വളരുന്ന കോളിഫ്ലവർ, ബ്രൊക്കോളി, അതുപോലെ തന്നെ ക്യാബേജ് എല്ലാം തന്നെ വിളവെടുപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള സമ്മിശ്ര കൃഷി നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇവർക്ക് കൃഷിയെല്ലാം കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ സാധിച്ചത്. 30 സെന്റ് സ്ഥലത്ത് കളനിയന്ത്രണത്തിനായുള്ള പ്ലാസ്റ്റിക് വിരി ഉപയോഗിച്ച് ശാസ്ത്രീയ രീതിയിലുള്ള പ്രദർശന തോട്ടമായിരുന്നു ഇവിടെ തയ്യാറാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രജിത, കൃഷി ഓഫീസർ സജിത, കൃഷി അസിസ്റ്റന്റുമാരായ ജിനു, ബിജോയ്, കർഷകരായ സജീവ, റോസ്മേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സാമൂഹ്യ ഉത്തരവാദിത്വവും മഹത്തായ ചിന്തയും പുതിയ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ചവറ സൗത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി ആഘോഷവും കെട്ടിട ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പറയുന്നത് ഇന്ത്യ കാതോർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
മഹത്തായ ചിന്ത, സാമൂഹ്യ ഉത്തരവാദിത്തം എന്നിവ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചവറ സൗത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി ആഘോഷവും കെട്ടിട ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കുട്ടിയുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നാകണം വിദ്യാഭ്യാസ സമ്പ്രദായം. സാമൂഹ്യനീതി, പുരോഗമന മൂല്യങ്ങൾ, അറിവിന്റെ പരിവർത്തന ശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നിവയോടുള്ള കേരളത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണ് വിദ്യാഭ്യാസ മികവിലേക്കുള്ള സംസ്ഥാനത്തിന്റെ യാത്ര. ജാതി, വർഗം, ലിംഗഭേദം എന്നിവയുടെ വേലിക്കെട്ടുകൾ തകർത്ത് വിദ്യാഭ്യാസത്തിലേക്കുള്ള സാർവത്രിക പ്രവേശനം ഉറപ്പാക്കാനുള്ള ഒരു ദൗത്യം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. പാഠ്യപദ്ധതി പരിഷ്കരണം ധീരമായ ചുവടുവയ്പ്പാണ്. കേരളം പറയുന്നത് ഇന്ത്യ കാതോർക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്മേളനത്തിൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. കൊണ്ടും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായി പ്രവർത്തിച്ചുകൊണ്ട് പുണ്യപുരാതനമായ നമ്മുടെ തെക്കുംഭാഗം ശിഷ്യ ഗുഹാനന്ദപുരം ഇന്ന് ഈ ക്ഷേത്ര സമുച്ചയം കൊണ്ടും അതുപോലെ സ്കൂൾ കൊണ്ടും കീർത്തിക്കപ്പെട്ടു ദേശത്ത് നിന്നും ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഈ സ്കൂളിന്റെ കീർത്തി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ 1924 തുടങ്ങുമ്പോൾ ഇതൊരു സംസ്കൃത സ്കൂളായിട്ട് തുടങ്ങുന്നു. അതായത് വൈക്കം സത്യാഗ്രഹം ഒക്കെ നടക്കുന്ന ആ കാലഘട്ടത്തിൽ സംസ്കൃതം നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ അവർണന് സംസ്കൃതം കേൾക്കുന്നത് പോലും അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ആ ചെവിയിൽ ഈയം ഒഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനം. സ്കൂൾ മാനേജർ വി രാജേന്ദ്രപ്രസാദ് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ MS സുജന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ പിള്ള, അപർണ രാജഗോപാൽ, ഷാജി S പള്ളിപ്പാടൻ, യസ്മീന, P മനു, മിഥുൻ ഷാജി, L ജസ്റ്റിസ്, K സുധ, K ലാൽ, S ഷാജി, P സജി, കിഷോർ K കൊച്ചയ്യം, ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ, P ദിലീപ് കുമാർ, J ഷീബ, R ഷാജി ശർമ്മ, ബാജി സേനാധിപൻ, പ്രിജു A, X അസീസി, S പ്രിൻസ്, PG വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വള്ളിക്കാവ് യങ്മൻ അസോസിയേഷൻ ഫോർ നാഷണൽ അലയൻസിൻ്റെ നേതൃത്വത്തിൽ യാഫ്ന യുവപ്രഭ പുരസ്കാരം സമ്മാനിച്ചു. V അനീഷിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ശ്രേഷ്ഠപ്രഭ ആദരവും നടത്തി. കരുനാഗപ്പള്ളി വവ്വാക്കാവ് യാഫ്നയുടെ നേതൃത്വത്തിൽ യാഫ്ന യുവപ്രഭ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സദസ്സ് CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ഒരു പൊതു സ്വഭാവം നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അസൂയയില്ലാതെ അംഗീകരിക്കുവാനും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുവാനും മടിയുള്ള ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ കലാമേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്, നാളുകളിൽ കേരളത്തിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ചിത്രകാരന്, പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ V അനീഷിന് പ്രാവശ്യത്തെ യുവപ്രഭ പുരസ്കാരം നൽകി തൻ്റെ നാട്ടിലെ ഒരു സാംസ്കാരിക പ്രസ്ഥാനം ആദരിക്കുമ്പോൾ ആ കലാകാരന്, ആ ചിത്രകാരനുണ്ടാകുന്ന സന്തോഷം, അദ്ദേഹത്തിനുണ്ടാകുന്ന കരുത്ത് എടുത്തു പറയേണ്ടുന്നതാണ്. ആ പ്രിയപ്പെട്ട സഹോദരനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പെരുമാനൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ അതിഥിയായിരുന്നു. എഴുത്തിന്റെ ലോകത്ത്, പ്രഭാഷണത്തിന്റെ ലോകത്ത്, കഥയുടെ ലോകത്ത്, കവിതയുടെ ലോകത്ത്, കഥാപ്രസംഗത്തിന്റെ ലോകത്ത് ഇപ്പൊ അവിടെ ഒരു പെൺകുട്ടി കഥാപ്രസംഗം അവതരിപ്പിക്കാൻ കയറി കഴിഞ്ഞു. അവരെനിക്ക് ആ കഥാപ്രസംഗം തുടങ്ങിയതായിട്ട് പോലും അവിടെ വൈകുന്നേരം 1-2 പെൺകുട്ടികളുടെ കഥാപ്രസംഗമാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ലോകത്തുള്ള മാറ്റം നമുക്ക് വളരെ മാതൃകാപരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാഫ്നെ സംബന്ധിച്ച് അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അതിന്റെ ചാരിറ്റി പ്രവർത്തനമാണ്. കോവിഡ് സമയത്തോടുകൂടി നമുക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ കുറെ കാശുണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൊല്ലം മധു, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി. ശ്രുതിയിൽ ആർദ്രഹൃദയ സ്വരവിലാസം ആത്മനീലിമ പുരളും ശ്രുതിയിൽ. ദീപു ആദിനാട്, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം, മാവേലിക്കര രാജാരവിവർമ്മ സെന്റർ ഫോർ വിഷ്വൽ ആർട്ട് ഡയറക്ടർ ടെൻസിംഗ് ജോസഫ്, രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ മനോജ് വൈലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാകുമാരി, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് ഗോപൻ എന്നിവർ പങ്കെടുത്തു. V അനീഷിനാണ് യുവപ്രഭ പുരസ്കാരം സമ്മാനിച്ചത്. PS അമൽരാജ്, ഷൂർനാട് നെൽസൺ, V വിജയകുമാർ, ഡോക്ടർ വിവേക് GS, R വിനോദ, ഡോക്ടർ പാർവതി B രവി എന്നിവർക്ക് ശ്രേഷ്ഠപ്രഭ ആദരവും നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
നീണ്ടകരയിൽ പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത്, താലൂക്ക് ആശുപത്രി, ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായിട്ടാണ് പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സ്നേഹസ്പർശം എന്ന പേരിലായിരുന്നു പരിപാടി. നീണ്ടകര ഗ്രാമപഞ്ചായത്തിന്റെയും നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെയും ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം നടത്തിയത്. സ്നേഹസ്പർശം 2024 എന്ന പേരിൽ പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ നാനാ രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ, ലൈബ്രറികൾ, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ്, ആരോഗ്യവകുപ്പ് എല്ലാം സംയുക്തമായി നിന്നുകൊണ്ട് ഒറ്റയ്ക്കുള്ള കീഴിൽ എന്തൊക്കെ നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും, എങ്ങനെയൊക്കെ അത് അർഹിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വന സ്പർശം നൽകുവാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക്, അതല്ലാതെ നിത്യേന മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളുള്ളവർക്ക്, ഇവർക്കെല്ലാം തന്നെ ആരോഗ്യം സ്വന്തമായിട്ട് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ക്രമം തന്നെ, ഒരു ബഡ്ജറ്റ്, മൈക്രോ ബഡ്ജറ്റ് പ്ലാൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുവാൻ തയ്യാറായി വരികയാണ്. അടുത്ത വർഷം തൊട്ട്, വരുന്ന സാമ്പത്തിക വർഷം തൊട്ട് നമ്മുടെ സർക്കാർ പഞ്ചായത്തുകളുടെ ബഡ്ജറ്റുകളിൽ തന്നെ ഈ അതിദരിദ്രർ എന്നുള്ള ശീർഷകത്തിൽ ഇവരെല്ലാം വരും. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രജിത്ത് അധ്യക്ഷത വഹിച്ചു. ഒട്ടേറെ പാലിയേറ്റീവ് രോഗികൾ ഇതോടൊപ്പം തന്നെ ഉണ്ട്. ഡോക്ടർമാർ സ്വാഭാവികമായിട്ടും തിരസ്കരിക്കപ്പെടുന്ന ഒട്ടേറെ രോഗികളുണ്ട്. അവരെ നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സാന്ത്വനമാകുക എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പാലിയേറ്റീവ് കെയർ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ കാര്യമായി ഇടപെടുന്നു. നമുക്കറിയാം, ആരോഗ്യരംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാനം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഇതുപോലെ തന്നെ സാന്ത്വന ചികിത്സ, പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ ഊന്നലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് M രജനി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, U ബേബി രാജൻ, S സേതുലക്ഷ്മി, K രാജീവൻ, ജോയി ആന്റണി, പ്രിയ ഷിനു, G നടാഷ, ഡോക്ടർ തനൂജ S, രമ്യ വിനോദ, B അനിൽകുമാർ, ആഗ്നസ്, ജോളി പീറ്റർ, ഷേർലി ഹെൻറി, ഹെലൻ രാജൻ, ശരത് കുമാർ, മിനു ജയകുമാർ, ദിവ്യ, ജോയി KS, മേരിസൺ മൈക്കിൾ, മരിയ, അശ്വതി S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സ്ത്രീകളെ കൂടുതലായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. സാംസ്കാരിക വകുപ്പും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെറുകഥാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. സമം പോലെയുള്ള പദ്ധതികളും സമത്വ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മോചനം നേടുന്ന സ്ത്രീയാണ് ഇന്നിന്റെ കരുത്തെന്നും മന്ത്രി J ചിഞ്ചുറാണി പറഞ്ഞു. 1 ലക്ഷത്തോളം കുടുംബശ്രീ അംഗങ്ങളെ എനിക്ക് തോന്നുന്നു അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവര്, അല്ലെങ്കിൽ 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ഒക്കെ പോയവരെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ ആക്കി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ പദ്ധതി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു വലിയ മാറ്റമാണ്. അത്തരത്തിൽ സമം പോലെയുള്ള ഇത്തരത്തിലുള്ള പദ്ധതിയിലൂടെ കേരളത്തിലെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സാഹിത്യ മേഖലയിലും ഈ സാന്നിധ്യം ശ്രദ്ധേയമായി തുടരുകയാണ്. പ്രാതിനിധ്യം മാറ്റി നിർത്താൻ ആവാത്തതാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും സമൂഹത്തിലെ തുല്യതയുമാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഉറപ്പാക്കാനാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷനായിരുന്നു. മൃഗങ്ങളെ എങ്ങനെ, ക്രൂര മൃഗങ്ങളെ എങ്ങനെ അതിന്റെ സാമീപ്യം മനസ്സിലാക്കാം, എങ്ങനെ ഇഴജന്തുക്കളുണ്ടെന്ന് കരുതാൻ പറ്റും, വെള്ളം കിട്ടുന്നത് എങ്ങനെയെന്ന് പക്ഷികളുടെ ചലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ആ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു മുത്തശ്ശിയാണെങ്കിൽ ഈ കുഞ്ഞിനെ മടിയിൽ കിടത്തി പറഞ്ഞു കൊടുക്കുന്നതല്ല, മോളെ അന്യഭവനത്ത് പോയി 4 പേരിക്കകത്ത് ഓർക്കേണ്ടവളാണ്, അടങ്ങി ഒതുങ്ങി കഴിയണം, ഓടരുത്, തുള്ളരുത്, ചാടരുത്, മുടിയഴിച്ചിടരുത്, എന്തെല്ലാം ഉപദേശങ്ങളാണ്. ഇത് കിട്ടുന്ന കുട്ടി എങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് ജീവിക്കും? സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, ഡയറക്ടർ N മായ, സമം പ്രോഗ്രാം കമ്മിറ്റി അധ്യക്ഷ സുജ സൂസൻ ജോർജ്, KSFDC MD അബ്ദുൾ മാലിക്, കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, ശാരദക്കുട്ടി, എഴുത്തുകാരി CS ചന്ദ്രിക, R പാർവതി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
AKSTU ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കായംകുളത്ത് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം നടത്തി. പാർക്ക് ജംഗ്ഷനിൽ മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTUവിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. കായംകുളം പാർക്ക് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമ്മേളനം CPI നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിനും അറിവ് നൽകുന്നതിനും മനസ്സിലെ അന്ധത മാറ്റുന്നതിനുമുള്ള കൂട്ടുത്തരവാദിത്തം ഗുരുക്കന്മാർക്കും രക്ഷിതാക്കൾക്കും മുതിർന്ന അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവ അന്യം നിന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ രക്ഷിക്കാൻ അവകാശമുള്ളവർക്ക് ശിക്ഷിക്കാൻ അവകാശമുണ്ടെങ്കിലേ ഒരാൾ രക്ഷിക്കാൻ ഇറങ്ങും. അതൊരു ലോക ശരിയാണ്. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് AS സുനിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ VR ബീന സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് A ഷാജഹാൻ, KG സന്തോഷ്, R ഗിരിജ, അഡ്വക്കേറ്റ് A അജികുമാർ, N ശ്രീകുമാർ, നാദർഷ ചെട്ടിയത്ത്, അഡ്വക്കേറ്റ് A ഷിജി, രാജേഷ് കുമാർ K, ഉണ്ണി ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചാത്തനാകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 55ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് A നൂർജഹാന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പരിപാടികൾ നടന്നത്. പ്രിൻസിപ്പൽ AN ഹസീന സ്വാഗതം പറഞ്ഞു. സുജയ് ഡി വ്യാസൻ സർഗപ്രഭാഷണം നടത്തി. സിനി ആർട്ടിസ്റ്റ് വീണ നായർ സർഗസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യാത്രയപ്പ് സമ്മേളനവും എൻഡോമെന്റ് വിതരണവും സ്കൂൾ മാനേജർ H അബ്ദുൾ ഷരീഫ് നിർവഹിച്ചു. പ്രഥമാധ്യാപകൻ K ശ്രീകുമാർ, കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ കൃഷ്ണേന്ദു, മാനേജിംഗ് ട്രസ്റ്റ് മെമ്പർ H അബ്ദുൽ കലാം, ബീന N ഹക്കീം, റാണി S നായർ, S വിനോദ് കുമാർ, ഷീജ AS, ഗിരീഷ് CL, ദിനിൽ മുരളി, ടിബു മാത്യു, ആസിഫ് M, അബ്ദുൾ സമദ്, D ജ്യോതി, ബോബി പോൾ, ശ്രീരാജ്, നികേഷ് RD തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പട്ടകടവ് സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ സെബസ്ത്യനോസിന്റെ 50 തിരുനാളിന് കൊടിയേറി. 21-ന് തിരുനാൾ സമാപിക്കും. ഇടവക വികാരി ഫാദർ മനോജ് ആന്റണി കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു. പട്ടകടവ് സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെ മകരത്തിലെ 50 തിരുനാളിന് കൊടിയേറി. ജപമാല, ലിറ്റിനി എന്നിവയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ മനോജ് ആന്റണിയാണ് തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. തുടർന്ന് ആഘോഷമായ തിരുനാൾ സമാരംഭ ദിവ്യബലി നടന്നു. ശക്തികുളങ്ങര സഹവികാരി ഫാദർ സാംസൺ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊല്ലം ഫാത്തിമമാതാ കോളേജ് മാനേജർ ഫാദർ അഭിലാഷ് ഗ്രിഗറി വചനപ്രഘോഷണം നടത്തി. 21-ന് തിരുനാൾ സമൂഹബലി, ദിവ്യകാരുണ്യ ആശീർവാദം, കൊടിയിറക്ക് എന്നിവയോടെ 50 തിരുനാളിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കശുവണ്ടി മേഖലയിൽ ആധുനികവൽക്കരണം അത്യാവശ്യമാണെന്ന് മന്ത്രി P രാജീവ്. പുതിയ തലമുറ ഈ മേഖലയിൽ വരാൻ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി. പെരുമ്പുഴ കാപ്പെക്സ് കശുവണ്ടി ഫാക്ടറിയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ഉത്തരവാദിത്വവും മഹത്തായ ചിന്തയും പുതിയ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നതായി മന്ത്രി V ശിവൻകുട്ടി. കേരളം പറയുന്നത് ഇന്ത്യ കാതോർക്കുകയാണെന്നും മന്ത്രി. സ്ത്രീകളെ കൂടുതലായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം മാതൃക. സ്ത്രീകളുടെ സാന്നിധ്യം ഇന്നത്തെ സമൂഹത്തിൽ മാറ്റി നിർത്താനാകാത്തതെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരള വിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും ജനുവരി 30-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കേരള വിഷന്റെ 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഗുണകരമാകുന്ന 20-ലധികം കൺസ്യൂമർ സ്റ്റോറുകളും 30-ലധികം സെയിൽസ് കൗണ്ടറുകളും ജില്ലയിൽ തുറക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി സെൻട്രൽ സ്റ്റോറായ സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുണ്ടറ ഇളമ്പള്ളൂർ കേരള വിഷൻ അനക്സിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PP സുരേഷ് കുമാർ നിർവഹിക്കും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ചോദിച്ചറിയുക. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം.